കുറേയായി വീഡിയോയ്ക്ക് മുമ്പിലേക്ക് വന്നിട്ട് കുറേ ദിവസങ്ങളായി. എന്തായാലും നാട്ടിലാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് റഷ്യയെക്കുറിച്ചുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിസയുമായി ബന്ധപ്പെട്ട്, അതായത് വിസ ലാഗിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയാം. അപ്പോൾ റഷ്യയിലുള്ള ആളുകൾക്കും റഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റഷ്യയിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3 ഇയർ വിസയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ പുള്ളിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. റഷ്യൻ്റെ എംബ്ലം വെച്ചിട്ട് അവിടെ ഒരു വലിയ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി. പുള്ളിയെ റഷ്യയുടെ എംബ്ലം വെച്ചിട്ട് അവിടുന്ന് ഒരു കോള് വരികയാണ് പുള്ളിയുടെ ഫോണിലേക്ക്. അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം. അതായത് നിങ്ങൾക്ക് റഷ്യയിലുള്ള റഷ്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ പ്രൊസീജിയേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിലുള്ള ടി ആർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പം അതായത് ഇത് ഏതോ ഹോസ്റ്റലിൽ നിന്നും ഇവന്റെ നമ്പർ ചോർന്നു പോയതാണ്. അങ്ങനെ ഇവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി എടുത്തു ചാടി പെട്ടെന്ന് തന്നെ ജോലി റിസൈൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവർ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ആ ലൊക്കേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ ജോലി റിസൈൻ ചെയ്തു. പക്ഷെ പുള്ളിക്ക് എന്തോ ഒരു കാരണവശാൽ പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ജസ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് റഷ്യൻ കാർഡ് കിട്ടാൻ പോവാണ്, റഷ്യയിലുള്ള സിറ്റിസൺഷിപ്പ്, അപ്പോൾ TR കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ എന്നാണ് കോൾ വന്നത്. റഷ്യയുടെ എംബ്ലം വെച്ചിട്ടാണ്, അതായത് റഷ്യൻ്റെ ഫ്ലാഗിലെ എംബ്ലം വെച്ചിട്ടാണ് ഈ ഒരു കോള് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ ആരായാലും വിശ്വസിച്ച് പോകും. കാരണം ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എംബ്ലം ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം. കാരണം ഇത് ഒരു സീരിയസ് മൈഗ്രേഷൻ സെന്ററിൽ നിന്ന് വരുന്ന കോളാണെന്ന് വിചാരിച്ചിട്ട് വളരെയധികം സീരിയസോട് കൂടി ഇവൻ ഈ ഒരു കോള് എടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ ഇജാസ് ബ്രോ ഇങ്ങനെ സംഭവം ഉണ്ടായി, എനിക്ക് റഷ്യൻ ഭാഷ അങ്ങനെ ക്ലിയർ ആയിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് ഏകദേശം കാര്യങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഉസ്ബെക്കിസ്ഥാൻകാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ച സമയത്ത് അവനോട് പെട്ടെന്ന് നിങ്ങൾ അവിടെ ആ ലൊക്കേഷൻ അവരെ അയച്ചെന്ന് ലൊക്കേഷനിൽ പോയിട്ട് അത് കളക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരം വന്നിട്ട് 100% ഇന്ന് കളക്ട് ചെയ്യണം, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. അപ്പോൾ അവനിങ്ങനെ കുറച്ച് പേടിച്ചു, പേടിയും ഉണ്ടായി. പിന്നെ കുറച്ച് ഹാപ്പി ആയി. കാരണം ഒരു കാർഡ് കിട്ടുമല്ലേ, ഒന്നുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ റഷ്യൻ കാർഡ് കിട്ടുന്നൊക്കെ പറയുമ്പോൾ അവൻ ആകെ ഒരു ഹാപ്പി ആയി. പിന്നെ അത് കൂടാതെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു ഭയത്തിൻ്റെ പേരിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഈ കോൾ കണക്ട് ആക്കി റഷ്യയിൽ. ഇവൻ എന്നെ വാട്സപ്പ് കോളിൽ ജോയിൻ ആക്കിയിട്ട് വിളിച്ചു. അങ്ങനെ വാട്സപ്പ് കോളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് റഷ്യൻ്റെ എംബ്ലം കണ്ടപ്പം എനിക്കൊരു ഫസ്റ്റ് ഇത് കണ്ടപ്പം ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കോളാന്ന് പറഞ്ഞു. ഈ പുള്ളിയുടെ സംസാരം അത്യാവശ്യം ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരാളുടെ സംസാരമാണ്. റഷ്യയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വീണ്ടും അത് അത്രയധികം എൻ്റെ മനസ്സിൽ ഇത് പ്രോപ്പർ ആണോ എന്നുള്ളത്. കാരണം ഒരാളെ, അതായത് പുള്ളി ഒരു വർക്ക് വിസയിൽ വന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ഒരു TR കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഒരു സംഭവിക്കാത്ത ഒരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ ഡോക്യുമെന്റേഷനൊന്നും അപ്ലൈ ചെയ്യാതെ പെട്ടെന്ന് TR കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് അത് കളക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കും, നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കൊരു ഡൗട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോവല്ലേ, പോകുന്നതിന് മുമ്പിലായിട്ട് അപ്പോഴേക്കും അവൻ ഇറങ്ങി മെട്രോയിൽ കയറി. മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ അയാളെ വിളിച്ച് വീണ്ടും എനിക്ക് കണക്ട് ആക്കിത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പുള്ളിയെ വിളിച്ച് വീണ്ടും കണക്ട് ആക്കി. പുള്ളി ജോയിൻ ചെയ്തു വാട്സപ്പ് കോളിൽ, ഗ്രൂപ്പ് കോളായിട്ട് ജോയിൻ ചെയ്തു.
അപ്പോൾ റഷ്യയുടെ എമിഗ്രേഷൻ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് വീണ്ടും സംസാരിച്ചപ്പോൾ പുള്ളിയോട് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വരുന്ന സമയത്ത് ഇത് പുള്ളി വൻ തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലായി. ഇവൻ റഷ്യൻ ഭാഷ അറിയാത്തത് കൊണ്ട് ഇവനെ പിടിച്ച് അവിടെ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഇവർക്ക്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് സംഘമായിരുന്നു ഇവന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞു മെട്രോ എന്ന് അവനോട് പറഞ്ഞു ലിസ്റ്റ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഓക്കെ അവൻ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്നോ, അവനെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു നീ അങ്ങോട്ടേക്ക് പോകണ്ട, ഇത് വൻ തട്ടിപ്പാണ്, നീ പോയി കഴിഞ്ഞാൽ നിന്റെ പൈസയും നിന്റെ കയ്യിലുള്ള നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നിന്റെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവർ മോഷ്ടിക്കും. അതുപോലെ തന്നെ വലിയൊരു വമ്പൻ തട്ടിപ്പ് സംഘമാണ് നിന്നെ കോൾ ചെയ്തത്, റഷ്യൻ്റെ അമ്പലം വെച്ചിട്ട് നിന്നെ ഒരു തട്ടിപ്പ് സംഘമാണ് കോൾ ചെയ്തതെന്നുള്ളത് അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്തോ ഭാഗ്യവശാൽ അവൻ അവിടുന്ന് മെട്രോയിൽ ആ ഒരു ലൊക്കേഷൻ എത്തുന്നതിന് മുമ്പിലായിട്ട് അവിടുന്ന് മെട്രോയിൽ നിന്ന് ഇറങ്ങി അവൻ തിരിച്ച് റൂമിലേക്ക് പോകാനുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം റഷ്യയിൽ നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ റഷ്യയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അറിയാത്ത കോളുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാവർക്കും അറിയാം റഷ്യയിൽ ഇപ്പോൾ സിം കാർഡ് ഒക്കെ എടുക്കണമെങ്കിൽ സ്നീൽസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ സ്നീൽസ് എങ്ങനെ എടുക്കണം എന്നൊക്കെ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ വെച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്നീൽസ് എടുക്കാം. അല്ലെങ്കിൽ റഷ്യൻ സിറ്റിസൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് റഷ്യൻ സിം കാർഡ് എടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയിൽ റൂളൊക്കെ മാറി ഡയറക്റ്റ് സിം കാർഡ് കിട്ടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ്റെ വിസ ലാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റഷ്യയിൽ ഇപ്പം സാധാരണ പോലെ ഇന്ത്യക്കാർക്ക് വിസ പെട്ടെന്ന് അടിച്ച് കിട്ടുന്നില്ല, കുറച്ച് ലാഗിങ് ഉണ്ട്. എന്നാൽ അടിച്ച് കിട്ടും, ആരും ടെൻഷൻ അടിക്കേണ്ട. ഒരുപാട് പേര് വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കിട്ടിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് വിസ 100% കിട്ടുമെന്നാണ് അവിടെ നിന്ന് കിട്ടിയ അപ്ഡേഷൻ പറയുന്നത്. പക്ഷെ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, കാരണം സഹകരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇത് പെട്ടെന്ന് ഒരു മീൻ മാർക്കറ്റിൽ പോയിട്ട് ചന്തയിൽ പോയിട്ട് മീൻ വാങ്ങുന്ന പോലെയൊന്നുമല്ല. അതിൻ്റെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിസ കിട്ടുമായിരുന്നു, നമുക്ക് കോൺട്രാക്ട് ഇൻവിറ്റേഷൻ സബ്മിഷനൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് ലാഗ് വരുന്നുണ്ട്. എന്നാലും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് വിസ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമല്ല. റഷ്യൻ ഫെഡറേഷനാണ് വിസ അപ്രൂവ് ആക്കി തരേണ്ടത്. അവരെ നമുക്ക് ഫോഴ്സ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം അവരും തീരുമാനിക്കും എന്താണ് എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെ ഏത് ഡേറ്റിന് കൊടുക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുക. നമുക്ക് അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് നമുക്കൊരു ചെറിയൊരു സംഭവമല്ല, വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വിസ എന്തായാലും സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി എനിക്ക് ഇത് പറ്റുന്നില്ല അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ആ സമയത്തായിരിക്കും വിസ സ്റ്റാമ്പിങ് സബ്മിഷനൊക്കെ പെട്ടെന്ന് നടക്കുക. കാരണം കഴിഞ്ഞ 4 മാസം മുമ്പ് ഇതേ സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പിന്നെ സോൾവ് ആയിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോഴും ഈ 2025 കൂടി പുതിയ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോൾ വിസ ലാഗിങ് വരുന്നത്. വിസ ലാഗിങ് വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും വിസ അടിച്ച് കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. എന്തായാലും 100% വിസ അടിച്ച് കിട്ടും എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ അപ്ഡേഷൻ. എന്നാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രിഡിക്റ്റ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് ഏത് ദൈവമായാലും അതൊന്നും ദൈവമാണ് നിശ്ചയിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. നിങ്ങൾക്ക് എന്തായാലും അടിച്ച് കിട്ടും. റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് എന്തായാലും 100% അടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.